ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ശൈലി സുഭാഷ്. ഇന്ന് നമ്മൾ ഒരു യാത്രാ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. യാത്ര പോകുന്നത് കിടിലൻ സ്പോട്ടുകളുള്ള പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇക്കോ ടൂറിസം എലിഫന്റ് മ്യൂസിയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അവിടെ നമ്മൾ ചെന്നാൽ ഫസ്റ്റ് ഒരു എൻട്രി ഫീസ് ഉണ്ട്. 80 രൂപ കൊടുത്തുള്ള ആ എൻട്രി ഫീസ് എടുത്താൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം. വാഹനങ്ങൾ ഒക്കെ ആയിട്ട് ചെല്ലുന്നവരാണെങ്കിൽ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഫീസ് അടച്ച് നമുക്ക് വാഹനമൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എൻട്രി പാസ് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്നത് ഒരു ആനക്കൂടാണ്. ആനക്കൂട് പണ്ട് സ്ഥാപിക്കുന്നത് 1942 കോന്നിയിലെ ആനക്കൂട് സ്ഥാപിക്കുന്നത്. അപ്പോൾ അവിടെ ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പകം എന്ന തടി ഉപയോഗിച്ചാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആനകളെ പണ്ട് വാരിക്കുഴി ഉപയോഗിച്ച് വീഴ്ത്തി താപ്പാനകളുടെ സഹായത്തോടു കൂടി ആനകളെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ആന പരിശീലനം കൊടുത്ത് നാട്ടാനകളാക്കി മാറ്റി അതിനെ പിന്നെ ക്ഷേത്രങ്ങളിലും അതുപോലെ കൂപ്പുകളിലുമൊക്കെ തടിയൊക്കെ എടുപ്പിക്കാനും ക്ഷേത്ര ഉത്സവങ്ങളുടെ പരിപാടിക്ക് ഘോഷയാത്രയ്ക്കും മറ്റും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് പോന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം 1977 ഈ ആനയെ വാരിക്കുഴി ഉപയോഗിച്ച് പിടിക്കുന്ന സംവിധാനം നിർത്തലാക്കുകയും അതിനുശേഷം കിട്ടുന്ന ആനകളെ മാത്രം ഈ ഷെഡിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ഒരു സംവിധാനം മാത്രമായിട്ടാണ് ഇപ്പോൾ കോന്നി ഇക്കോ ടൂറിസം എലിഫന്റ് പാർക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ യാത്രാ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്താണ് കോന്നി ഇക്കോ ടൂറിസം എലിഫന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പുനലൂരിൽ നിന്ന് 27 കിലോമീറ്റർ ദൂരത്താണ് കോന്നി ഇക്കോ ടൂറിസം എലിഫന്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പം അവിടേക്ക് നമുക്ക് പോകാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇക്കോ ടൂറിസം എലിഫന്റ് മ്യൂസിയം ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലായിട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങി അകത്തേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്കൊരു ടിക്കറ്റ് വാങ്ങി അകത്തേക്ക് പോവാം. ഇവിടെ നാം ആദ്യം കാണുന്നത് 2 സ്റ്റാച്ചു ആണ്. ഒരു സ്റ്റാച്ചുവിൻ്റെ കയ്യിൽ കോന്നി ഇക്കോ ടൂറിസം, ഹരിത ഇക്കോ ടൂറിസം, ഇവിടെ പ്ലാസ്റ്റിക് വിമുക്ത മേഖല എന്നെഴുതിയ ഒരു ചെറിയ ബോർഡ് കാണാൻ കഴിയും. എൻട്രിയിൽ തന്നെ നമുക്ക് നിർദ്ദേശ ബോർഡുകളൊക്കെ കാണാം. നിർദ്ദേശം അവിടുത്തെ ഈ ബാരിക്കേഡിനകത്ത് ഒക്കെ കയറാതിരിക്കുകയും ആനകളെ അടുത്തേക്ക് ചെല്ലാതിരിക്കുകയും അതിനുവേണ്ടിയൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത് പോകാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കൊമ്പനാനയാണ് ഇവൻ്റെ പേര് കൊച്ചയ്യപ്പൻ. ഇപ്പോൾ 4 വയസ്സായി. 2021 ആഗസ്റ്റ് 19 ഇവനെ റാന്നി ഡിവിഷനിലുള്ള ഗൂട്രിക്കൽ റേഞ്ച് കൊച്ചാണി കിളിയെറിഞ്ഞാങ്കല്ല് ഭാഗത്തു നിന്നും ലഭിച്ചു. അന്ന് പ്രായം 1 വയസ്സ് മാത്രമായിരുന്നു. ഇവിടുത്തെ ജോലിക്കാരൻ വരുന്നുണ്ട്. ഇവനെ നോക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതാ വരുന്നുണ്ട്. വന്ന് കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി കുളിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് നിരന്തരം കുളിപ്പിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
മ്യൂസിയത്തിൻ്റെ കവാടത്തിൽ ഒരു ആനക്കുട്ടിയുടെ പ്രതിമ ഉണ്ട്. ചുവരിൽ ആനകളെ പണ്ട് പുരാണങ്ങളിൽ മറ്റും ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് പോലെ ഇവിടെ ചുവർ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ മ്യൂസിയത്തിനകത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഒരു അമ്മയാനയും കുഞ്ഞാനയും പോകുന്ന ഒരു ഡിജിറ്റലൈസ് ചെയ്ത ഫോട്ടോസാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ട് താഴെ തന്നെ നമുക്ക് ആനകളുടെ പരിണാമത്തെക്കുറിച്ചുള്ള ഒരു മിനിയേച്ചറാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത റൂമിലേക്ക് കയറാം. മ്യൂസിയത്തിൻ്റെ ഈ ഭാഗത്ത് ആനകളുടെ രീതികളും കൂട്ടം ചേരലും ഇണചേരലും വെള്ളം കുടിക്കാൻ പോകുന്നതും തീറ്റ തിന്നാൻ പോകുന്നതും അമ്മയാനകൾ കുട്ടിയാനകളെ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും അവയുടെ പരിണാമം, ആവാസ വ്യവസ്ഥ, ഉൽപ്പാദനം, ഭക്ഷണം, പെരുമാറ്റ രീതികൾ അവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സാധാരണ ആനകൾ കൂട്ടം ചേർന്നാണ് വനത്തിനുള്ളിൽ നടക്കാറ്. ഇവിടെ അടുത്തതായി നമ്മൾ കാണുന്നത് ആനയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചറാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ നമുക്ക് ആനയുടെ വിവിധ ഭാഗങ്ങൾ കാണാൻ കഴിയും. കാലുകളുടെയും കൈകളുടെയും എല്ലുകളൊക്കെ കാണാം, കൊമ്പ് കാണാം, താടിയെല്ല്, അതുപോലെ തന്നെ തലയുടെ എല്ല്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നെഞ്ചെല്ലാണ് ഈ കാണുന്നത്. നെഞ്ചെല്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇത് പല്ലുകളാണ് കാണുന്നത്. പല്ലുകളെ അങ്ങനെ പല്ലുകളുടെ അത് തലയുടെ ഭാഗം, തലയോട്ടി, അങ്ങനെ ഇത് മുട്ടിൻ്റെ ചിരട്ടയാണ്. ആനയുടെ മുട്ടിൻ്റെ ചിരട്ട ഭാഗമാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് നെഞ്ചിൻ്റെ ചരിവുകൾ. ഇവിടെ തുടങ്ങി നമ്മൾ കാണുന്നത് ആനയെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതുപോലെ ആനയെ തളയ്ക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങലയും അതുപോലുള്ള ഉപകരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ മുതൽ നമ്മൾ അങ്ങോട്ട് കാണുന്നത്. അത് അങ്ങോട്ട് നമുക്ക് ഒത്തിരി കാണാനുണ്ട്. ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ഈ ആനക്കുട്ടിയുടെ പേര് ഈവ എന്നാണ്. വയസ്സ് 23. മലയാറ്റൂർ ഡിവിഷനിൽ കോടനാട് റേഞ്ചിൽ നിന്നാണ്
ഇതിന് 2003 കിട്ടിയത്. തൊട്ടടുത്ത് തന്നെ പ്രിയദർശിനി എന്ന ആനയാണ് നിൽക്കുന്നത്. 41 വയസ്സുണ്ട്. കോന്നി ഡിവിഷനിൽ മണ്ണാറപ്പാറയിൽ നിന്നാണ് ഇതിന് ലഭിച്ചത്. അടുത്ത ആനയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. അവിടെ കൊടുത്തിരിക്കുന്നത് മീന എന്നാണ്. 34 വയസ്സുണ്ട്. ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കോന്നി ഡിവിഷനിൽ മണ്ണാറപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്ന് 1991 ഇവളെ ലഭിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇനി അടുത്ത ആനയെ നമുക്ക് പോയി കാണാം. അവിടേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ആളിച്ച കലിപ്പിൽ നിൽക്കുകയാണെന്ന് നമുക്ക് ദൂരെ നോക്കുമ്പോഴേ കാണാം. പാപ്പാൻ പറഞ്ഞ് ഇച്ചിരി മതപ്പാടിലാണെന്ന് പറഞ്ഞ് നല്ല തുമ്പിക്കൈയും കൊമ്പും തലയെടുപ്പും ഒക്കെയുള്ളൊരു സുന്ദരനായ ആനയാണ്. ഇവൻ്റെ പേര് കൃഷ്ണ എന്നാണ്. തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നാണ് ഇവനെ കിട്ടിയത്. കാഴ്ചക്കാർ ഇന്ന് കുറവാണെങ്കിലും ഇനിയും സ്കൂൾ കോളേജ് വെക്കേഷൻ സമയമാണ് വരുന്നത്. കുട്ടികളുമായൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോന്നി ഇക്കോ ടൂറിസം. എലിഫൻ്റ് മ്യൂസിയവും പാർക്കും ആനകളെയും ഗാർഡനും ഫോറസ്റ്റ് അന്തരീക്ഷവും ഗ്യാലറി, മ്യൂസിയം, 3D തിയേറ്റർ, AV റൂം, അങ്ങനെ ഒത്തിരി കാഴ്ചകളാണ് കോന്നി ഇക്കോ ടൂറിസം എലിഫൻ്റ് മ്യൂസിയത്തിൽ ഉള്ളത്. ഇവിടെ ഒരു കുട പോലെ ഒരു സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി വള്ളിച്ചെടികളൊക്കെ പടർത്തിയിട്ടുണ്ട്. അതിനടിയിലിരുന്ന് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനുള്ള ബെഞ്ചുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് താഴോട്ട് പോയാൽ 3D തിയേറ്ററിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു വന അന്തരീക്ഷത്തിൻ്റെ ലുക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് താഴെ 3D തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും. അടുത്തത് നമ്മൾ കാണുന്നത് 3D തിയേറ്ററാണ്. 3D തിയേറ്ററിനകത്ത് നമ്മൾ കയറുന്നതിന് ടിക്കറ്റ് ചാർജുണ്ട്. ചാർജ് കൊടുത്ത് നമുക്കതിന് അകത്ത് കയറി അതിൻ്റെ വന അന്തരീക്ഷവും വനത്തിലെ ആനകളുടെയും അതുപോലെ വന്യജീവികളുടെയൊക്കെ ദൃശ്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് കാണാൻ കഴിയും.
ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്ത് പോകാൻ സമയമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.